ഇനി എല്ലാവർക്കും ലോൺ, എല്ലാവർക്കും ഫോൺ. 0% പലിശരഹിത വായ്പാ സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ പൂക്കോട്ടുംപാടം കരുവാരുകുണ്ട് ഷോറൂമുകളിൽ നിന്നും. മോഡോക് യുവർ മൊബൈൽ ഡോക്ടർ, പൂക്കോട്ടുംപാടം ബ്രാഞ്ച്, കരുവാരുകുണ്ട്. ഒതായി മനാഫ് വധക്കേസിൽ വിധി നാളെ. ഒന്നാം പ്രതി മാലങ്കാടൻ ഷെഫീഖ് കുറ്റക്കാരനാണെന്ന് മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻ കോടതി ജഡ്ജി AV ടെലസ് കണ്ടെത്തി. IPC 302 വകുപ്പ് പ്രകാരം കൊലപാതക കുറ്റമാണ് തെളിഞ്ഞത്. വിധി നാളെ ശനിയാഴ്ച പ്രഖ്യാപിക്കും. രണ്ടാം പ്രതി ഷെഫീഖിന്റെ സഹോദരൻ ഷെരീഫ്, മൂന്നാം പ്രതി നിലമ്പൂർ ജനതപ്പടി കോട്ടപ്പുറം മുനീബ്, നാലാം പ്രതി എളമരം മപ്രം പയ്യനാട്ട് തൊടിക കബീർ എന്ന ജാബിർ എന്നിവരെ വെറുതെ വിട്ടു. മുൻ MLA PV അൻവറിന്റെ സഹോദരി പുത്രനാണ് ഷെഫീഖ്. കൊലപാതകം നടന്ന് 25 വർഷം വിദേശത്തേക്ക് കടന്ന് ഒളിവിൽ പോയ 4 പ്രതികളെയാണ് മനാഫിന്റെ കുടുംബം നിയമ പോരാട്ടത്തിനൊടുവിൽ വിചാരണയ്ക്കെത്തിച്ചത്. CBIയുടെ മുൻ സീനിയർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ VN അനിൽകുമാറായിരുന്നു സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ. 1995 ഏപ്രിൽ 13 ഒതായി അങ്ങാടിയിൽ നാട്ടുകാർ നോക്കി നിൽക്കെ പട്ടാപ്പകൽ 11:30യോടെയാണ് മനാഫിനെ അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയതെന്നാണ് കേസ്. കേസിൽ രണ്ടാം പ്രതിയായിരുന്നു PV അൻവർ. ഏഴാം പ്രതിയായിരുന്ന അൻവറിന്റെ പിതാവ് PV ഷൌക്കത്ത് അലി കുറ്റപത്രം സമർപ്പിക്കും മുമ്പേ മരണപ്പെട്ടു. ഒന്നാം സാക്ഷി കൂറുമാറിയതോടെയാണ് അൻവർ അടക്കമുള്ള 21 പ്രതികളെ വിചാരണ കോടതിയായ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി 2009 വെറുതെ വിട്ടത്. കേസിൽ 4 പ്രതികളെ 25 വർഷമായിട്ടും പോലീസ് പിടികൂടിയിരുന്നില്ല. മനാഫിന്റെ സഹോദരൻ അബ്ദുൾ റസാഖ് നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇവർ പിടിയിലാകുന്നത്. ഷെഫീഖ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 2, 3, 4 പ്രതികൾ കുറ്റക്കാരല്ലെന്ന് കണ്ട് അവരെ വിട്ടയച്ചിട്ടുണ്ട്. ശിക്ഷ കോടതി നാളെ പറയും. കേസ് നാളത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇത് 30 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. 30 വർഷം പ്രതികൾക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി കുടുംബം നടത്തിയ ഒരു സമാനതകളില്ലാത്ത പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ഒരു പ്രതിക്ക് ശിക്ഷ കിട്ടി. ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അവർക്കെതിരെ തെളിവില്ലെന്ന് കണ്ടിട്ടാണ് കോടതി വെറുതെ വിട്ടിട്ടുള്ളത്. അതിൽ രണ്ടാം പ്രതിയെ വെറുതെ വിട്ട വിധിക്കെതിരെ കുടുംബം അപ്പീൽ ബോധിപ്പിക്കും. തീർച്ചയായിട്ടും 30 വർഷത്തെ ഈ ഒരു പോരാട്ടത്തിന് റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് പ്രത്യേകിച്ച് ചാനലുകളുടെയും കുടുംബത്തിൻ്റെയും മാത്രം സഹായത്തിലാണ് ഈ കുടുംബം ഈ പോരാട്ടം നടത്തിയത്. ഒരു സിസ്റ്റവും ഇവരുടെ പുറകെ നിന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിധി അവർക്ക് സംതൃപ്തി നൽകുന്ന കാര്യമാണ്. അബ്ദുൾ റസാഖ് കോടതിയെ സമീപിച്ചതോടെയാണ് 4 പ്രതികളെയും ലുക്കൌട്ട് നോട്ടീസ് ഇറക്കി ഇന്റർപോൾ സഹായത്തോടെ പിടികൂടാൻ മഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2018 ജൂലൈ 25 ഉത്തരവിട്ടത്. ഇതിന് പിന്നാലെയാണ് മൂന്നാം പ്രതി മാലങ്ങാടൻ ഷെരീഫ് ഉൾപ്പെടെ 3 പ്രതികൾ കീഴടങ്ങിയത്. കോവിഡ് കാലത്ത് ഷാർജയിൽ നിന്നും ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കരിപ്പൂരിലെത്തിയപ്പോൾ 2020 ജൂൺ 24 ഷെഫീഖ് അറസ്റ്റിലായത്. വെറുതെ വിട്ട രണ്ടാം പ്രതി ഷെരീഫിനെ ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് മനാഫിന്റെ പിതൃ സഹോദരൻ പള്ളിപ്പറമ്പൻ അബൂബക്കർ പറഞ്ഞു. മനാഫിന്റെ പിതാവല്ല, മനാഫിന്റെ പിതാവിന്റെ അനിയൻ എളാപ്പ എന്നുള്ള ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇവിടെ നമ്മുടെ വക്കീൽ പറഞ്ഞ പോലെ 30 വർഷക്കാലമായി ഞങ്ങൾ ഈ പോരാട്ടം തുടങ്ങിയിട്ട് അതിൽ ആദ്യത്തെ 26 സാക്ഷികളിൽ ആദ്യം 21ഓളം സാക്ഷികളെ വെറുതെ വിട്ടു. ആ കേസ് വെറുതെ വിടാനുള്ള പല കാരണങ്ങളുണ്ട്. സാക്ഷികൾ കൂറുമാറിയെന്നത് മാത്രമല്ല, അന്നത്തെ പ്രോസിക്യൂഷൻ ഞങ്ങളെ ശരിക്കും വഞ്ചിക്കുകയാണ് ചെയ്തതെന്നൊരു ആരോപണം ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ പല വേദിയിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു കേസ് നടത്തി പരിചയമില്ലാത്തൊരു കുടുംബം എന്നുള്ളതിൽ, ഒരു കാര്യത്തിലും ആരുമായിട്ടും ഒരു വഴക്കിനോ വക്കാണത്തിനോ പോകാത്തൊരു കുടുംബം എന്നുള്ളതിൽ കേസുകളും കോടതികളൊക്കെ ഞങ്ങൾക്ക് പരിചിതമല്ലാത്തതിനാൽ ഞങ്ങൾ അഡ്വക്കേറ്റിനെ വിശ്വസിച്ചു അന്ന് ആ കേസ് അങ്ങനെ വെറുതെ വിട്ടു. എന്നിരുന്നാലും ഞങ്ങൾ നിരാശരായില്ല. ബാക്കിയുള്ള ഈ ഒളിവിൽ പോയ 10-25 വർഷക്കാലത്തോളം ദുബായിലും മറ്റുമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന ഈ 4 പ്രതികളെ അവരെ ഈ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതിലും കോടതിയിൽ എത്തിക്കുന്നതിലും ഒക്കെ ഞങ്ങൾ വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതിൽ ഹൈക്കോടതി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റുള്ള സഹായങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ട്. ഈ PV അൻവർ മുൻ MLA ആയ PV അൻവറിൻ്റെ സഹോദരി പുത്രന്മാർ എന്നുള്ളതിൽ ഉള്ള സർക്കാർ എന്നുള്ള സമ്മർദ്ദം ഒരു MLA എന്നുള്ളതിൽ സർക്കാരിന് ഉണ്ടായിട്ടുണ്ടാവാം. ഏതായിരുന്നാലും സർക്കാർ ഇവിടെ സൂചിപ്പിച്ച പോലെ സർക്കാരിൻ്റെ സഹായമൊന്നുമില്ലാതെ തന്നെ ഹൈക്കോടതിയും മറ്റ്
വിചാരണ കോടതിയും മറ്റുള്ള കോടതികളൊക്കെ കയറി ഇറങ്ങി ഞങ്ങൾ ഈ ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇത്രയെങ്കിലും മറ്റ് പ്രതികളെ വെറുതെ വിട്ട കാര്യത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൽ വെറുതെ വിട്ട 3 പ്രതികളെയും ഞങ്ങൾ അപ്പീൽ നൽകും എന്ന് തന്നെയാണ്. ഇനിയും അക്കാര്യത്തിൽ ഞങ്ങൾ ആദ്യത്തെ കേസിൽ ഞങ്ങൾ അസംതൃപ്തരാണെങ്കിലും അവരെ ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ കുടുംബം എന്നുള്ളതിൽ ഞങ്ങൾ നടത്തും. ഒരു കാര്യം കൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഞങ്ങളുടെ ഇതിനുവേണ്ടി പോരാട്ടം നടത്തിയ ഞങ്ങളുടെ വക്കീലന്മാരായ അഡ്വക്കേറ്റ് അനിൽകുമാർ സാർ, അതുപോലെ തന്നെ ആസാദ് സാർ, അതുപോലെ തന്നെ നമ്മുടെ വിനോദ് സാർ എന്നിവരൊക്കെ തന്നെ. മനാഫിന്റെ സഹോദരങ്ങളായ റസാഖ്, മൻസൂർ, റജീന എന്നിവർ കോടതിയിലെത്തിയിരുന്നു. 30 വർഷം നീണ്ട നിയമ പോരാട്ടം വിജയം കണ്ടതിൽ സന്തോഷമുണ്ടെന്നും ഇവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.